സാറേ ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു ഇത് ലേഡീസ് ഹോസ്റ്റലാണ് ഇവിടെ ഇവിടെ ഇറക്കി വിട്ടവരാ ഇത് വൃത്തിയാക്കാൻ വേണ്ടി ലൈൻ കട്ട് ചെയ്യില്ല അത് നമ്മളെ വാൾവ് നമ്മളെന്നാണ് ഞാൻ പറയുന്നത്. മാഡം പറയുന്നതൊക്കെ വാസ്തവവിരുദ്ധമാണ്. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റി പോയി സംസാരിച്ചിട്ടുണ്ട്. അവർ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അവർ കാശ് അടയ്ക്കാനുണ്ട്. എല്ലാം എന്നോട് മാഡം കള്ളം പറയണ്ട. 25 വർഷം കൊണ്ട് ഇത് ഇറക്കുന്നില്ല. ഇതിനകത്ത് സിറിഞ്ച്, എലി എത്ത് കിടക്കുന്ന, പാമ്പ് എത്ത് കിടക്കുന്ന എല്ലാം ഉണ്ട്. ഒരുപാട് പിള്ളേർ നമ്മൾ ദിവസം കാണുന്നതാണ്, ഇവിടുന്ന് ഓടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാണുന്നതാണ്. അവരുടെ അധ്വാനത്തിനൊരു ബലം ഉണ്ടാകണം. വെറുത്ത് മടുത്ത് അവർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകരുത്. നമസ്കാരം. ആറ്റിങ്ങൽ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ എന്ന് പറയാൻ പറ്റില്ല, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രീപാദം സ്റ്റേഡിയം. ഒരുപാട് യുവപ്രതിഭകൾക്ക്, ഒരുപാട് കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ സ്ഥലമാണ്. ഒരുപാട് പേർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ശ്രീപാദം സ്റ്റേഡിയം. പക്ഷേ ഇന്ന് ശ്രീപാദം സ്റ്റേഡിയ അവഗണനയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു വിധത്തിലുള്ള മെയിൻ്റെനൻസ് നടക്കുന്നില്ല. കുട്ടികളുടെ കായിക താരങ്ങളുടെ പഠിത്തവും ഒക്കെ വിഷയമാണ്. മര്യാദയ്ക്കുള്ള ഫുഡ്, വെള്ളം ഒക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാത്രിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ഇവിടുത്തെ ചേട്ടാ, നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ എന്താണ്? യൂത്ത് ദേശീയ കായികവേദി ചിറയൻകീഴ് നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ഇന്നലെ വാട്ടർ കണക്ഷൻ്റെ ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിയുടെ പ്രശ്നം നമ്മളവിടെ എത്തിയത്. അപ്പോഴത്തേക്ക് ഇത് അവിടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടത്. ഒരു വർഷക്കാലമായിട്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാത്ത വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത്. ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നത്, താഴെത്തട്ടിലുള്ള കുട്ടികളാണ് പഠിക്കാൻ വന്നിട്ട് എന്തർത്ഥത്തിൽ ഇനി ഈ ഇതേപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞു വിടും? ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള വെള്ളം ഇവിടെ കിടന്നിട്ട് കുട്ടികൾക്ക് യാതൊരുവിധ എന്തിനാണ് അവർക്കുള്ള ആരോഗ്യമില്ല. ഈ വെള്ളം കുടിക്കുന്നത് കായിക താരത്തിനുള്ള ആരോഗ്യത്തിൻ്റെ മാത്രമല്ല, ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? അല്ല ചേട്ടാ, ഞങ്ങൾ പലപ്പോഴും ഇത് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ അന്വേഷിച്ചായിരുന്നു. നേരത്തെ ഈ പറയുന്ന ശ്രീപാദം സ്റ്റേഡിയത്തിലെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി മെമ്പേഴ്സ് തന്നെയാണ് പ്രസ് കോൺഫറൻസ് നടത്തി വിളിച്ച് പറഞ്ഞത്. ഫണ്ടില്ല, മെയിൻ്റെനൻസ് ഇല്ല, ഒന്നുമില്ല, അവർക്കൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഒരു കാര്യം നമ്മുടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു അവസാന സംഭവമാണ് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫണ്ടില്ലാത്ത സർക്കാരിൻ്റെ ഈ ഫണ്ടില്ല എന്ന് പറയുന്നത്? സർക്കാരിന് ദൂരത്തടിക്കാൻ ഫണ്ടുണ്ടല്ലോ. നമ്മൾ ജനങ്ങൾ കണ്ടതാണല്ലോ ഈ ദൂരത്തടിക്കുന്നത്. സർക്കാരിൻ്റെ ആവശ്യമില്ലാത്ത ഒരുപാട് ദൂരത്ത് കണ്ടതാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ഇതിവിടെ ഒരുപാട് കായിക താരങ്ങളായി കുട്ടികൾ പരിശീലനത്തിന് വരുന്ന സ്ഥലമാണ്. അവരുടെ ഹോസ്റ്റലിൻ്റെ പിന്നാമ്പുറത്തുള്ള അവരുപയോഗിക്കുന്ന വാട്ടർ ടാങ്കാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്ര വൃത്തിഹീനമാണ്. അവർ പറഞ്ഞ ആ ഹോസ്റ്റലിലെ വാർഡൻ പറഞ്ഞെന്താണ്, ഒരു വർഷത്തിലൊരിക്കലാണ് ആ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. വളരെ മാലിന്യങ്ങൾ അടിഞ്ഞ്, ആ ടാങ്കിൻ്റെ അടിയിൽ വളരെ വൃത്തിഹീനമായ മാലിന്യങ്ങൾ അടിഞ്ഞതാണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ വെള്ളമല്ലേ, അതല്ലേ കുട്ടികൾ കുടിക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് നാളെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോഴും ഇവർ പറയുന്നത് ഇതാണ്, ഇത് സർക്കാരിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ തന്നെയാണ്. അത് ഈ ജനങ്ങളോട്, അത് ഇവിടുത്തെ കായിക താരങ്ങളോടുള്ള ഈ സമീപനം സർക്കാർ മാറ്റണം. താഴേക്കടയിലുള്ള ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഫണ്ടില്ല എന്നും മറ്റും പറഞ്ഞ് സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് നമ്മൾ ഇവിടുത്തെ നഗരസഭയുണ്ട്. ഈ നഗരസഭയൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ CPMൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭയാണ് ആറ്റിങ്ങിലുള്ള. ആ നഗരസഭയുടെ അനാസ്ഥ കൂടിയാണ്. അവരൊന്നും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള കിളിമാനൂർ, ചിറയൻകീഴ്, മംഗലാപുരം, കണിയാപുരം ഒക്കെ ഈ ഇത്രയും പ്രദേശത്തു നിന്നൊക്കെ വരുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ ഈ കായിക വിദ്യാഭ്യാസത്തിനായി വരുന്നുണ്ട്. അവർ കുടിക്കുന്ന വെള്ളമാണിത്. ഇത് മനുഷ്യരാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പോൾ ഇത്രയും ഒരു വൃത്തിഹീനമായ ഒരു സ്ഥിതിയാണ് നമുക്ക് ആ ഹോസ്റ്റലിൻ്റെ പിന്നാമ്പുറത്ത് ആ ടാങ്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതൊന്നും നോക്കി കാണുന്നില്ല എന്നത് വളരെ ഒരു സങ്കടകരമായ കാര്യമാണിത്. ഇത് വേണ്ടപ്പെട്ട അടിയന്തരമായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി ദേശീയ കായികവേദി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ നമ്മൾ മുമ്പോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. അല്ല, ഇങ്ങനൊരു സംഭവം ഇവിടത്തേക്ക് വെള്ളം കട്ട് ചെയ്യുന്നത് ശരിയാണോ? അല്ല, ഇവിടെ കട്ട് ചെയ്ത് ഇത് ഇന്നലെ രാവിലെ മുതൽ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇതോ? അല്ലാതെ നിങ്ങൾ ബെല്ല് അടയ്ക്കാത്തോണ്ടല്ലേ കട്ട് ചെയ്തത്? അതെനിക്കറിയില്ല. ഇവിടെ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത്. സാറേ ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു. ഞാനങ്ങോട്ട് ഇറക്കുന്നില്ല. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ഇവിടെ എന്തിനാ ഇവിടെ ഇറക്കി വിട്ടവരാ? ഇത് ഹോസ്റ്റലല്ലേ, ലേഡീസ് ഹോസ്റ്റൽ. അല്ല മാഡം, ഇവര് വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നത്. ഇവിടെ വെള്ളം നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ രാഷ്ട്രീയക്കാരോ പത്രക്കാരോ എന്തോ പറയാം, നമുക്കറിയേണ്ട. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. പെർമിഷൻ ഇല്ലാതെ ഇറങ്ങാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഞാൻ
ഇന്ന കാര്യം ഇവര് വിളിച്ചപ്പോൾ ഞാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ ഇവിടെ നമുക്ക് ചോദിക്കാം. അത് ഇന്നലെ സാറേ ഇത് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇന്നലെ ഇവിടെ ബ്ലോക്ക് ചെയ്തതാണ് നമ്മൾ. ആണോ? ആ നമ്മൾ സാറിന്റെ വീട്ടിൽ കിണർ ദിവസം ഇറക്കും, അതേ വർഷത്തിൽ ഒരിക്കൽ ഇറക്കും. ഞാനിത് അറിഞ്ഞു. നമ്മളെയൊക്കെ വീട്ടിൽ ഇന്നലെ രാത്രി ഞാൻ മാത്രമല്ല എല്ലാ പത്രക്കാരും അറിഞ്ഞായിരുന്നു സംഭവം. ഇത് ഇന്നലെ രാവിലെ 7:35 അവിടെ ബ്ലോക്ക് ചെയ്തത്. എന്തിനാണ്? ഇത് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മളെ മുകളിൽ വെള്ളം കിടപ്പുണ്ട്. ഇതേ കണക്കൊരു വലിയ ടാങ്ക് ഉണ്ട്, അതിലെ വെള്ളമാണ് ഇവിടെ കുളിമുറി. മാഡം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റി പോയി സംസാരിച്ചിട്ടുണ്ട്. അവർ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അവർ കാശ് അടയ്ക്കാനുണ്ട്. എല്ലാം എന്നോട് മാഡം കള്ളം പറയണ്ട. ഇപ്പൊ അടച്ചാണ് ശേഷം അവര് കട്ട് ചെയ്തെന്നുള്ള സത്യമായിരിക്കും. അത് ഞാൻ എനിക്ക് ഉറപ്പില്ല, കാരണം ഞാൻ കണ്ടില്ലല്ലോ. ബ്ലോക്ക് ചെയ്തല്ലേ അത് നമ്മളെ വാൾവ് നമ്മളടച്ചെന്നാണ് ഞാൻ പറയുന്നത്. മാഡം പറയുന്നതൊക്കെ വാസ്തവവിരുദ്ധമാണ്. വാൾവ് ബ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് മേളത്തെ ടാങ്ക് കഴുകിയത്. മേളത്തെ ടാങ്ക് കഴുകിയതിന് ശേഷം ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരാണ് ഇവിടുത്തെ? ഞാനിവിടുത്തെ ഹോസ്റ്റൽ വാർഡനാണ്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ ആരും കയറുന്നില്ല, നമ്മൾ ആരും കയറുന്നില്ല. ചേച്ചി നോക്കി ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള വെള്ളമാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ വീട്ടിൽ ഈ വെള്ളമാണോ പിള്ളേർ കുടിക്കാൻ കൊടുക്കുന്നത്? ഇതെല്ലാം കുടിച്ചോണ്ടിരുന്നത് നിറഞ്ഞ് വെള്ളം കിടക്കുമ്പോ ഈ അടിയിലത്തത് മുകളിലോട്ട് വരാറില്ല. ഇത് അടിയിൽ നമ്മളെ കിണർ സാറിന്റെ വീട്ടിൽ കിണറുണ്ടല്ലോ. നമ്മളെ വീട്ടിൽ എന്റെ വീട്ടിലെ കിണർ ഞാൻ ഒരു വർഷത്തിൽ വരയ്ക്ക് ഇറക്കാം. ഇതുപോലെ തന്നെ അടിയിൽ നിന്ന് തൂത്തുവായിരുന്നു. നമ്മളെ ടാങ്ക് ഉണ്ട്, എനിക്കും വാട്ടർ സപ്ലൈ ടാങ്ക്. നമ്മളെ ടാങ്കിൽ ഇതുപോലെ വെള്ളം മാഡം ഒരു സെക്കൻഡ് മാഡം ഒരു ചേച്ചിയെ പോലെ ഞാൻ പറയാണ്. ഇന്ന് രാവിലെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ വാട്ടർ അതോറിറ്റി പോയിരുന്നു. അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ പൊട്ടിയെന്ന്. ഞാൻ എതിർക്കുന്നില്ലല്ലോ. അത് കള്ളത്തരം മാത്രം പറയരുത്. നിങ്ങൾ സമർത്ഥിക്കുന്ന ഈ വെള്ളം കുടിച്ചാൽ അസുഖം വരില്ല, വേറെ പ്രശ്നമൊന്നും. സാറേ ഇത് അടിയിലത്തെ കഴുകി കളയുന്നത് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊന്നും വരുന്നില്ല. ടാങ്കാണ്. ഇത് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്? എത്ര വർഷത്തിലാണ് ക്ലീൻ ചെയ്യുന്നത്? എല്ലാ വർഷവും ക്ലീൻ ചെയ്യാറുണ്ട്. അതായത് വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യും. വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യും. ഈ 100-150 വെള്ളം കുടിച്ചു കഴിഞ്ഞാലോ കുട്ടികൾക്ക് ഒരു ആപത്തോ ഒരു വിഷയമൊന്നും വരത്തില്ല. സഹോദരൻ ഇത് അടിയിൽ കിടന്ന് ക്ലീൻ ചെയ്യുന്ന തൂത്ത് ചേച്ചിയെ കണ്ണുകൊണ്ട് കാണുന്നില്ലേ ആ കളറ് കണ്ട? നിങ്ങൾ രാവിലെ വന്ന് നോക്കാത്തത് നല്ല തെളിഞ്ഞ വെള്ളം നമ്മൾ അടിച്ചു കളഞ്ഞല്ലോ. അത് നിങ്ങൾ കുറച്ച് കണ്ടില്ലേ? നേരം അനങ്ങാതിരുന്ന വെള്ളം തെളിഞ്ഞ വെള്ളമായിട്ട് വരും. കലങ്ങിയ വെള്ളം തെളിഞ്ഞ വെള്ളമായിട്ട് വരും. അത് സ്വാഭാവികമാണ്. 2 ആളടി പൊക്കമുള്ള ടാങ്കായത്. 2 ആളടി പൊക്കമുള്ള ടാങ്കിന്റെ അടിയിൽ ഇത്ര വേസ്റ്റ് കിടക്കൂലേ? നമ്മുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മളെ മക്കൾ ഞാൻ ഇവിടെ വന്നിട്ട് 8 വർഷം ഇതുവരെ ഈ വെള്ളം കുടിച്ചെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഒരു അബദ്ധം വന്നിട്ടില്ല. ഞാനും ഇത് തന്നെയാണ് ആഹാരം കഴിക്കുന്നതും കുടിക്കുന്നത്. ഞാനിതോ ബോട്ടിൽ ഇപ്പോഴും കിടക്കുന്ന വെള്ളത്തിന്റെ കളറാണ് ഒഴിക്കുന്ന കളറിന്റെ വെള്ളം കണ്ട. ഇത് കുടിക്കുന്നില്ല, ഇത് കഴുകി കളയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ആ ടാങ്കിനകത്ത് കിടന്ന വെള്ളം തന്നെയാണത്. അമ്മ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് നമ്മളടുത്ത് പത്രസമ്മേളനം നടത്തിയത്. കാരണം ഇത്രയും വിഷയം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് വിഷയം ഉണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രസമ്മേളനം നടത്തിയവർ വന്നിട്ട് 24 മണിക്കൂർ ഇവിടെ നിൽക്കുന്നവരാ. ഈ കുട്ടികൾ കഴിക്കുന്ന ആഹാരവും ഈ കുട്ടികൾ കഴിക്കുന്ന വെള്ളം തന്നെ ഞാനും കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത്. ശശി, ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഇവിടുത്തെ കമ്മിറ്റിയുള്ള ആൾക്കാരാണ് ഇവിടെ പത്രസമ്മേളനത്തിൽ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഇത്രയും വിഷയങ്ങളുണ്ടെന്ന്. ഇവിടെ വേറെ ആരുമല്ല. ഞാൻ എന്ത് പറയാണ്ട് അവരാ നമ്മളെ പറഞ്ഞത്. ഞങ്ങൾ ഊഹിച്ചെടുത്ത സംഭവം അല്ലേ ഇത്? യഥാർത്ഥത്തിൽ ഇതൊരു സ്റ്റേഡിയം ആക്കിയത് തന്നെ ശ്രീ മോഹനേന്ദ്രൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്താണ് സ്റ്റേഡിയം ആക്കിയത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊണ്ടുവന്നതല്ല. പക്ഷേ ഇപ്പം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരൊക്കെ പോലും ശമ്പളം കിട്ടിയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 7 മാസത്തിന് പുറത്തായി. താൽക്കാലിക ജീവനക്കാരാണ്. ഈ സ്പോർട്സ് കൗൺസിലിൽ എത്രയോ കുട്ടികൾ ഇവിടെ വന്ന് സ്പോർട്സ് ചെയ്യുന്നതാണ്. പല രീതിയിൽ വെളിയിൽ നിന്നുള്ള സ്കൂളുകളിൽ നിന്ന് സ്പോർട്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഇവിടെ വാട്ടർ അതോറിറ്റിയിലെ ബില്ലടയ്ക്കാത്തത് കൊണ്ട് അതിൻ്റെ സപ്ലൈ കട്ട് ചെയ്തെന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന് പ്രത്യേക സംവിധാനമുണ്ട്. സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ഉൾപ്പെടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ നമുക്കറിയാം. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് ബില്ലടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സാമ്പത്തിക നില ഇവിടെ തകർന്നു എന്നുള്ളതാണ് സത്യം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഈ വാർഡിലെ കൗൺസിലറാണ്. ഈ കൗൺസിലർ തൊട്ടടുത്തുള്ള കൗൺസിലറും കൂടെയാണ്. ആ കൗൺസിലർ എന്തുകൊണ്ടാണ് ഈ കിണർ വൃത്തിയാക്കി ഇത് കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ശുചീകരണം ചെയ്യാത്തതെന്ന് അത് കൗൺസിലർക്ക് അറിയാവുള്ളൂ. ആറ്റിങ്ങൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു സ്റ്റേഡിയമാണിത്. ആ സ്റ്റേഡിയത്തിൻ്റെ കിണറാണ് ഇവിടെ. ഒരു ആഴ്ചയിൽ 2-3 പരിപാടി നടക്കുന്നതാണ്.
നൂറുകണക്കിന് കുട്ടികളോട് വരുന്നതാണ്. ഈ കുടിവെള്ളമാണ്. കുടിവെള്ളം കാണുമ്പോൾ അറിയാം. ഇത് വാട്ടർ സോഴ്സിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പറയുന്നത് മുനിസിപ്പാലിറ്റിക്കാണെന്ന്. മുനിസിപ്പാലിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ വാട്ടർ സോഴ്സിനാണെന്ന്. 25 വർഷം കൊണ്ട് ഇത് ഇറക്കുന്നില്ല. ഇതിനകത്ത് സിറിഞ്ച്, എലി എത്ത് കിടക്കുന്ന, പാമ്പ് എത്ത് കിടക്കുന്നതെല്ലാം ഉണ്ട്. അവരടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് നമുക്കിത് പറ്റില്ല, വാട്ടർ സോഴ്സാണ് ചെയ്യാനുള്ളതാണ്. ഇതുവരെ വാട്ടർ സോഴ്സ് ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ഈ പറയുന്ന സ്പോർട്സിനും അത്ലറ്റിക്സിലൊക്കെ ഇന്ത്യ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും അപ്രാപ്യമായ പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ യുവ താരങ്ങളൊക്കെ നേടിപ്പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ബേസിക്സ് ആയിട്ടുള്ള ഇവരുടെ പരിശീലനത്തിൻ്റെ കേന്ദ്രഭാവം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെ ഇവർ വളർന്ന് മുന്നോട്ട് വരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിക്കെല്ലാം ആർക്കും മനസ്സിലാവില്ല. ഇതിനെപ്പറ്റി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പരിതാപകരമായ അവസ്ഥയാണ്. സർക്കാർ ഫണ്ടില്ല എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് സർക്കാർ ഫണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് അവസ്ഥ. ഞാനൊന്നും അധികമൊന്നും പറയുന്നില്ല. എൻ്റെ വിഷ്വൽസ്, എൻ്റെ ദൃശ്യങ്ങൾ ഈ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തായാലും തിരുത്താൻ ശ്രമിക്കുക. കാരണം നമ്മുടെ പിള്ളേരുടെ ഭാവിയാണ്. ഒരുപാട് പിള്ളേർ നമ്മൾ ദിവസം കാണുന്നതാണ്, ഇവിടെ നിന്ന് ഓടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാണുന്നതാണ്. അവരുടെ അധ്വാനത്തിനൊരു ബലം ഉണ്ടാകണം. വെറുത്ത് മടുത്ത് അവർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകരുത്. വിസ്മയസിലുണ്ട് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.